ഐഫോൺസ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലെ ആരുടെയെങ്കിലും ഫോണുകളോ ഐപാഡുകളോ എന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടെങ്കിലോ എവിടെയെങ്കിലും വെച്ച് മറന്നു പോയിട്ടുണ്ടെങ്കിലോ ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പ വഴിയുണ്ട്. അതിന് ഫൈൻഡ് മൈ ആപ്പ് ഓപ്പൺ ചെയ്ത് നിങ്ങൾ ലിങ്ക് ചെയ്തിരിക്കുന്ന ഡിവൈസുകൾ ഇവിടെ കാണാൻ സാധിക്കും. ഞാനിവിടെ എക്സാമ്പിൾ ഞാനൊരു വാച്ച് ഇവിടെ ഞാൻ കാണിക്കാൻ പോവുകയാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ മറന്നു വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇവിടെ പ്ലേ സൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം എൻ്റെ വാച്ചിൽ പ്ലേ സൗണ്ട് കാണിക്കുന്നത്. ഈ സൗണ്ട് നമുക്ക് കേട്ടുകൊണ്ട് തന്നെ ഈ ഡിവൈസ് എവിടെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഈ ഒരു ഡിവൈസ് നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും വെച്ച് നഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിപ്പം എൻ്റെ അടുത്ത് ഈ ഡിവൈസ് ഇരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ഡയറക്ഷൻ കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് വേറെ ദൂരത്ത് എവിടെയെങ്കിലാണ് നഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡയറക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങളുടെ മാപ്പിലേക്ക് ആ ഒരു ഡയറക്ഷൻ പോകും. അത് ഫോളോ അപ്പ് ചെയ്ത് എവിടെയാണോ നഷ്ടമായത് ആ ലൊക്കേഷനിൽ നിങ്ങളെ കൊണ്ട് എത്തിക്കും. ഈ ഒരു സെറ്റിംഗ്സ് ഫൈൻഡ് മൈ ഓപ്ഷൻ അത് എനേബിൾ ചെയ്തിരിക്കണം. എനേബിൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ അല്ലെങ്കിൽ മറ്റ് ആപ്പിൾ ഡിവൈസുകൾ നഷ്ടമായി കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടാൻ സാധിക്കത്തുള്ളൂ. ഇതുവരെ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സെറ്റിംഗ്സിൽ പോവുക. ഇതുവരെ ആപ്പിൾ ഐ ഡി ലോഗിൻ ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സൈൻ ഇൻ സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പോയിട്ട് നിങ്ങൾക്കിവിടെ ലോഗിൻ ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ഓൾറെഡി എൻ്റെ ഫോൺ ലോഗിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറൊക്കെ കൊടുത്ത് നിങ്ങൾക്കിവിടെ ലോഗിൻ ചെയ്യാൻ സാധിക്കും. പിന്നെ അത് കണക്ക് ഈ 2 ഫാക്ടർ ഓതൻറ്റിക്കേഷനൊക്കെ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ അങ്ങനെ ആയിരിക്കും ഹാക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല. അഥവാ നിങ്ങളുടെ ഫോൺ മറ്റാരെങ്കിലും നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് നിങ്ങളുടെ ആപ്പിൾ ഐ ഡി ഉപയോഗിച്ചിട്ട് മറ്റാരെങ്കിലും മൈക്ലൗഡിൽ എന്തെങ്കിലും ലോഗിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും, നിങ്ങൾക്ക് അറിയാൻ പറ്റും. വേറൊരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫൈൻഡ് മൈ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഫൈൻഡ് മൈ ഐഫോൺ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ഈ ഒരു സെറ്റിംഗ്സ് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്തിട്ടിരിക്കണം. ഈ ഒരു മെത്തേഡിൽ കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവൈസുകൾ തിരിച്ച് കണ്ടെത്താൻ സാധിക്കും. പുതിയതായിട്ട് ഐഫോൺ വാങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആപ്പിളിന്റെ മറ്റ് ഡിവൈസുകൾ വാങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടിരിക്കണം. രണ്ടാമത്തെ മെത്തേഡ് ഗൂഗിൾ മാപ്സ് ഓപ്പൺ ചെയ്ത് ഫോട്ടോ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് യുവർ ടൈം ലൈൻ എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഓപ്ഷൻ ഡിസേബിൾ ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ടാണ് പോയ സ്ഥലങ്ങളൊന്നും ഇതിൽ കാണാൻ സാധിക്കാത്തത്. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയൊക്കെയാണ് പോകുന്നത് ആ ലൊക്കേഷനുകളെല്ലാം നിങ്ങൾ എവിടെയൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ ഈ ടൈം ലൈനിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സെറ്റിംഗ്സ് എങ്ങനെ എനേബിൾ ചെയ്തിടാം നിങ്ങളുടെ ഫോണിൽ? അതിന് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യണം. താഴേക്ക് സ്ക്രോൾ ചെയ്ത് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ക്ലിക്ക് ചെയ്യുക. അവിടെ ലൊക്കേഷൻ സർവീസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്സ് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഓപ്ഷനാണ് ഞാനിവിടെ എനേബിൾ ചെയ്തിട്ടിരിക്കുന്നത്. എപ്പോഴാണോ ഈ ഗൂഗിൾ മാപ്സ് യൂസ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് മാത്രമേ എനിക്ക് ആ ഡേറ്റാസ് അവിടെ ടൈം ലൈനിൽ കാണാൻ സാധിക്കത്തുള്ളൂ. ഞാനിവിടെ റെക്കമെൻഡ് ചെയ്യുന്നത് ഓൾവേസ് കൊടുത്തിട്ട് കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്സ് യൂസ് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾ നിൽക്കുന്ന ലൊക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾ എവിടെ പോയാലും ആ ഒരു ലൊക്കേഷൻ നിങ്ങൾക്ക് ആ ടൈം ലൈനിൽ കാണാൻ സാധിക്കും. നിങ്ങളുടെ ഫോൺ എവിടെയെങ്കിലും വെച്ച് നഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് കൊണ്ടിട്ട് നിങ്ങളുടെ ഐഫോണോ അല്ലാന്നുണ്ടെങ്കിൽ ഏതൊരു ഡിവൈസും ആകട്ടെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. വേറൊരു മെത്തേഡ് ഉണ്ട്. ഈ മെസ്സേജ് വഴി നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന്റെ ഫോണ് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. എന്തെങ്കിലും ഒരു എമർജൻസി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ അടുത്ത് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓപ്ഷൻ വളരെ യൂസ്ഫുൾ ആവും. ആ ഒരു ഓപ്ഷൻ എങ്ങനെയാണ് എനേബിൾ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിന് iMessage ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന്റെ ഐഫോണിൽ iMessage ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ നമ്പർ ടാപ്പ് ചെയ്തതിനു ശേഷം പ്ലസ് ഐക്കൺ ഇതിൽ ക്ലിക്ക് ചെയ്ത് മോർ ഓപ്ഷൻ കൊടുത്ത് ലൊക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഷെയർ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇൻഡെഫിനിറ്റ്ലി എന്നൊരു ഓപ്ഷൻ കാണാം. അതല്ലാതെ അണ്ടിൽ എൻഡ് ഓഫ് ഡേ കാണാം. ഫോർ 1 hour ഇത് 1 മണിക്കൂറത്തേക്ക് മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ. അണ്ടിൽ എൻഡ് ഓഫ് ഡേ ഒരു ദിവസം മുഴുവൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അല്ലാതെ ഇൻഡെഫിനിറ്റ്ലി എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യുന്നത് അതുവരെ നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാൻ സാധിക്കും. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇൻഡെഫിനിറ്റ്ലി എന്ന് പറയുന്ന ഈ ഓപ്ഷൻ കൊടുത്തിട്ട് ഷെയർ കൊടുക്കുക. ലൊക്കേഷൻ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ
ഇതുപോലെ ആയിരിക്കും ലഭിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന്. ഈസി ആയിട്ട് ട്രാക്ക് ചെയ്ത് ആ വ്യക്തിയുടെ അടുത്ത് ചെന്നെത്താൻ സാധിക്കും. ഒരു 3 മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുകൂടാതെ 4ാമത്തെ ഒരു സൂപ്പർ മെത്തേഡ് ഉണ്ട്. കൂട്ടുകാരുടെയോ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന്റെയോ ഫാമിലി മെമ്പേഴ്സിന്റെയോ ഫോണുകൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണിത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആദ്യം ഷോർട്ട് കട്ട് ഓപ്പൺ ചെയ്യുക. ഇതുപോലൊരു ഇന്റർഫേസ് വരും. അതിൽ ന്യൂ ഓട്ടോമേഷൻ കൊടുത്തിട്ട് ഇവിടെ നിങ്ങൾക്ക് അറൈവ് അല്ലെങ്കിൽ ലീവ്, ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ആവശ്യം ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാനിവിടെ അറൈവ് ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ ലൊക്കേഷൻ ചൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ലൊക്കേഷൻ നിങ്ങളുടെ കറന്റ് ലൊക്കേഷനാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ കറന്റ് ലൊക്കേഷൻ ചൂസ് ചെയ്യുക. അത് കൺഫേം ചെയ്ത് ഇവിടെ ഡണ്ണ് കൊടുക്കുക. ഡണ്ണ് കൊടുത്തതിന് ശേഷം ഇവിടെ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു മെത്തേഡ് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നത് പേരൻസിനായിരിക്കും. അവരുടെ കുട്ടികൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവര് പുറത്തോട്ട് പോകുന്ന സമയവും അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് വരുന്ന സമയവും കൃത്യമായിട്ട് പേരൻസിന് അറിയാൻ വേണ്ടിയിട്ട് ഇത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് മെസ്സേജ് വഴി നിങ്ങൾക്ക് ഇൻഫർമേഷൻ തന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാം. എവിടെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അതിന് നെക്സ്റ്റ് നിങ്ങൾ ന്യൂ ബ്ലാങ്ക് ഓട്ടോമേഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെൻഡ് മെസ്സേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെൻഡ് മെസ്സേജ് ടു റെസിപ്പിയൻസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങളുടെ കോണ്ടാക്ട്സിലേക്ക് പോകും. അവിടെ പോയിട്ട് നിങ്ങൾ ഏത് നമ്പറിലേക്കാണോ ഈ ഒരു ട്രാക്കിംഗ് മെസ്സേജ് വരേണ്ടത് ആ ഒരു നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഷോ വെൻ റൺ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്തിടുക. ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഇന്റർഫേസിൽ ഇതുപോലെ കാണാൻ സാധിക്കും. നിങ്ങൾ ആരുടെ ഫോണാണോ മോണിറ്റർ ചെയ്യേണ്ടത് ആ ഫോണിലാണ് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യേണ്ടത്. ഈ ഒരു മെത്തേഡിൽ കൂടി ഓട്ടോമാറ്റിക്കലി ഐഫോണുകൾ ട്രാക്ക് ചെയ്യാവുന്നതാണ് എളുപ്പത്തിൽ. അപ്പോൾ ഞാനിവിടെ ഒരു 4 മെത്തേഡ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഐഫോൺ അല്ലെങ്കിൽ ആപ്പിൾ ഡിവൈസ് എങ്ങനെയാണ് ട്രാക്ക് ചെയ്യേണ്ടതെന്ന്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.